بسم الله الرحمن الرحيم قد أفلح المؤمنون الذين هم في صلاتهم خاشعون والذين هم عن اللغو معرضون والذين هم للزكاة فاعلون والذين هم لفروجهم حافظون إلا على أزواجهم أو ما ملكت أيمانهم فإنهم غير ملومين فمن ابتغى وراء ذلك فأولئك هم العادون. السلام عليكم ورحمة الله وبركاته. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بالله السميع العليم من الشيطان الرجيم من همزه ونفخه ونفخه. بسم الله الرحمن الرحيم. فالذين آمنوا به وعزروه ونصروه واتبعوا النور الذي أنزل معه أولئك هم المفلحون. فآمنوا بالله ورسوله النبي الأمي الذي يؤمن بالله وكلماته واتبعوه لعلكم تهتدون. اللهم لولا أنت ما اهتدينا ولا تصدقنا ولا صلينا وأنزل سكينة علينا وثبت الأقدام إلا لاقينا. ബഹുമാന്യരായ രക്ഷിതാക്കളെ, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, എന്റെ പ്രിയ സുഹൃത്തും പണ്ഡിതനുമായ ഹാരിസ് കായക്കുടി അവർകളെ,
മാഷാ അല്ലാഹ് വളരെ സന്തോഷം നിറഞ്ഞ ഒരു തുടക്കം, വളരെ ഹൃദ്യമായ ഒരു പാരായണം, ചെറിയൊരു പ്രോത്സാഹന സമ്മാനം. അല്ലാഹുവേ, നീ ഇത് സ്വർഗത്തിലേക്കായി കബൂലാക്കണമേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് പടച്ച റബ്ബിന്റെ മുഖറബീങ്ങളായ മലായികത്തുകൾ സന്നിഹിതരായിട്ടുള്ള മഹത്തായ ഒരു ഇൽമിന്റെ മജ്ലിസിലാണ് നമ്മൾ ഓരോരുത്തരും ഒത്തുകൂടിയിട്ടുള്ളത്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഇരുത്തത്തെ, സംസാരത്തെ, കേൾവി നാളെ റബ്ബിന്റെ സ്വർഗത്തിലേക്കുള്ള ഒരു സൽക്കർമ്മമായി നമ്മിൽ നിന്ന് സ്വീകരിച്ച് നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സദസ്സിലും പരിസരത്തെ ഈ ശബ്ദം കേൾക്കുന്നവർക്കും ഇടയിലൊക്കെ ധാരാളക്കണക്കിന് രോഗികളുണ്ടാകാം. അള്ളാഹു അവർക്കൊക്കെ ശിഫാഉൻ ആജിൽ പ്രദാനം ചെയ്യുമാറാകട്ടെ. പ്രത്യേകം നമ്മളോടൊക്കെ ദുആ കൊണ്ട് വസീയത്ത് ചെയ്ത ഒരുപാട് ആളുകൾ അവരുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളെയും അള്ളാഹു നിറവേറ്റി കൊടുക്കുകയും ചെയ്യുമാറാകട്ടെ. സൂചിപ്പിക്കപ്പെട്ടതുപോലെ വളരെ ചുരുങ്ങിയ സമയം, ലോകത്ത് എത്ര ചർച്ച ചെയ്താലും മതിയാകാത്തത്ര വിശാലനായ, അല്ലാഹ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടാൻ യോഗ്യതയുള്ള ഒരു ചരിത്ര പുരുഷനായോ കേവലം ഒരു മഹാത്മാവായോ ഏതെങ്കിലുമൊക്കെ രാഷ്ട്രീയത്തിന്റെ, മതത്തിന്റെ, ഇസങ്ങളുടെ ഒരു നേതാവായോ ഒക്കെ പരിമിതപ്പെടുത്താൻ പോകുന്ന ഒരാളെ പറ്റിയല്ല നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. ഏതൊരു മുസ്ലിമിന്റെയും ഷഹാദത്ത് കലിമയുടെ രണ്ടാമത്തെ ഭാഗത്തെ പറ്റി. ആ രണ്ടാമത്തെ ഭാഗമില്ലെങ്കിൽ അവന് ഷഹാദത്ത് കലിമയില്ല, അവന് മുസ്ലിമല്ല. അതുകൊണ്ട് തന്നെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റിയുള്ള ചർച്ച തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ, അള്ളാഹു 1000 വർഷം എനിക്ക് ജീവിക്കാൻ തൗഫീക്ക് നൽകുകയും 24 മണിക്കൂർ സംസാരിക്കാൻ തൗഫീക്ക് നൽകുകയും ചെയ്താലും പറഞ്ഞാലും തീരാത്ത മദ്ഹിന്റെ അങ്ങേയറ്റത്ത് ഉയർന്നു നിൽക്കുന്ന മഹാനുഭാവനാണ് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ലക്ഷക്കണക്കിന് നബിമാർ, ആ നബിമാരിൽ 300 ചില്ലാനും മുർസലീങ്ങൾ. നബിമാരെക്കാളും മുർസലീങ്ങളാണ് ശ്രേഷ്ഠം. തമ്മിലുള്ള വ്യത്യാസത്തെ ഞാനിപ്പോ പറയുന്നു. ആ മുർസലിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠരായി 5 ഉലുൽ അസ്മകൾ, ആ പ്രവാചകന്മാരെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ 5 ഉലുൽ അസ്മകളിൽ ഏറ്റവും ശ്രേഷ്ഠരായി, സൃഷ്ടികളിൽ ശ്രേഷ്ഠരായി, പടച്ച റബ്ബ് കഴിഞ്ഞാൽ പിന്നെ തൊട്ടു താഴെ എന്ന് പറയാവുന്നത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെയാണ് പടച്ച റബ്ബ് ദീന് പൂർത്തീകരിക്കുന്നത്. മുഴുവൻ പ്രവാചകന്മാരുടെയും മാർഗം, മുഴുവൻ പ്രവാചകന്മാരുടെയും പ്രബോധനത്തിന്റെ മുഹൈമിനായ, സംരക്ഷകമായ, അതിന്റെ സർവസ്വത്വത്തിന്റെയും അന്തസ്സത്തെ പൂർത്തീകരിച്ച ലോകത്തിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം. 45-ാമത്തെ അധ്യായം സൂറത്ത് ജാസിയ 18-ാമത്തെ വാചകത്തിലൂടെ അല്ലാഹു നമ്മളോട് പഠിപ്പിച്ചു പോവുകയാണ്. ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ ബർക്കത്തുള്ള തിരുനാവ് കൊണ്ട് ലോകത്തേക്ക് ഓതി കേൾപ്പിക്കുകയാണ്. ثم جعلناك على شريعة من الأمر فاتبعها. നബിയെ, പിന്നീട് താങ്കൾ നാം മതത്തിന്റെ വിഷയത്തിൽ, ദീനിന്റെ കാര്യത്തിൽ, ശരീഅത്തിന്റെ വിഷയത്തിൽ ഒരു നേരായ മാർഗത്തിലാക്കിയിരിക്കുന്നു നബിയെ. ഫത്തബിഅഹാ, താങ്കൾ ആ മാർഗത്തെ പിൻപറ്റിയാലും നബിയായിട്ടുള്ളവരെ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ നബി തിരുമേനി ജീവിക്കുന്ന മാർഗത്തെ പറ്റി കൃത്യമായി പടച്ച റബ്ബ് നബിയോട് പറയാൻ വേണ്ടി പറയാം. ഇത് പുതിയതല്ല, പഴഞ്ചനല്ല, ആരുടെയെങ്കിലും കേട്ടത് ആവർത്തിക്കല്ല, ഏതെങ്കിലും ഒരു പുതുമക്ക് വേണ്ടി അവതരിപ്പിക്കുന്നതുമല്ല. ലോകത്ത് മനുഷ്യന്റെ ആരംഭം മുതൽ
ഈ നിമിഷം വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിക്കുന്ന നിമിഷം വരെ പടച്ച റബ്ബ് മനുഷ്യരുടെ സ്വർഗത്തിലേക്കുള്ള പ്രവേശനത്തിന്റെ മാർഗമായി പഠിപ്പിക്കപ്പെട്ടതിന്റെ പൂർത്തീകരണം എന്നിലൂടെ പഠിപ്പിക്കാനായി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അതുകൊണ്ട് തന്നെ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പാത വ്യക്തമാക്കി. ഞാൻ ഏത് റൂട്ടിലുള്ളതെന്ന് നബി പഠിപ്പിച്ചു കൊടുത്തു. അന്ന് മുഹമ്മദ് നബിയുടെ മുന്നിലുള്ളതാരാ? മുശ്രിക്കീങ്ങളാ. അവരംഗീകരിക്കുന്ന ഒരാളുണ്ടതാരാ? ഇബ്രാഹിം നബിയാ. അന്ന് മുഹമ്മദ് നബിയുടെ മുന്നിലുള്ളതാരാ? ആരാണ് അഹ്ലു കിതാബിൽപ്പെട്ടവരാ? ജൂത നസ്വാറാക്കളാ. ഈ രണ്ടു കൂട്ടരും അംഗീകരിക്കുന്ന ഒരാളാരാ? മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിമുസ്സലാം. അല്ലാഹുവിന്റെ നബി തിരുമേനി പറഞ്ഞു കൊടുക്കുകയാണ്, ഞാൻ ഏത് മാർഗത്തിലാണെന്നറിയില്ല, നിങ്ങളെല്ലാരും അംഗീകരിക്കുന്ന ഒരാളുടെ മാർഗത്തിലാണ്. ആ മാർഗം ഏതാ? ഖുൽ ഇന്നനി ഹദാനി റബ്ബി ഇലാ സിറാത്തിൻ മുസ്തഖീം ദീനൻ ഖിയമൻ മില്ലത ഇബ്രാഹീം ഹനീഫാ. എത്ര ലളിതമായ എന്നാ എത്ര വലിയൊരു തത്വ റസൂലുള്ളാഹി പഠിപ്പിച്ചു. നബിയെ താങ്കൾ പറഞ്ഞു കൊടുക്കണേ, അല്ലാഹു എന്നെ നേരായ മാർഗത്തിലേക്ക് വഴി നയിച്ചിരിക്കുന്നു. പഴച്ചവരുടെ മാർഗത്തിലല്ല, കോപത്തിനിരയായി പോയവരുടെ മാർഗത്തിലല്ല, ഒരിക്കലും നരകത്തിന്റെ അഗാധ തലങ്ങളിൽ ജീവിക്കാൻ വിധിക്കപ്പെട്ടു പോയ ദൗർഭാഗ്യവാന്മാരുടെ ഹതഭാഗ്യവാന്മാരുടെ മാർഗത്തിലുമല്ല. പിന്നെ ആരുടെ മാർഗത്തിലാ? എല്ലാവരും മതത്തിന്റെ അസ്തിത്വത്തിൽ ജീവിക്കുന്നു എന്ന് പറയുന്നവർ മുഴുവനും അംഗീകരിക്കുന്ന പിതാവില്ലേ? ഇബ്രാഹിം നബി അലൈഹിസ്സലാമില്ലേ? ദീനൻ ഖിയമൻ മില്ലത ഇബ്രാഹീം ഹനീഫാ. ഞാനേ ഇബ്രാഹിം നബിയുടെ പിതാവായ ഇബ്രാഹിം നബിന്റെ മാർഗത്തിലുള്ള ആളാണ്. പിന്നെന്താ മക്കക്കാരെ നിങ്ങൾക്ക് സ്വീകരിക്കാൻ പ്രയാസം? പിന്നെന്താ ജൂതന്മാരെ നിങ്ങൾക്ക് അംഗീകരിക്കാൻ പ്രയാസം? പിന്നെന്താ നസ്വാറാക്കളെ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പ്രയാസം? ഒരു മറുപടിയും പറയാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ വല്ല തൊള്ളക്കടിക്കണ പോലെ കൃത്യമായി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ ജീവിതത്തിന്റെ കൃത്യതയെ അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നു. അങ്ങനെ നബി തിരുമേനി ജീവിച്ച് കാണിച്ചിരുന്നു. ആ അർത്ഥത്തിൽ തന്നെ നബി തിരുമേനി ഒരു പരിപൂർണ മാതൃകാ ജീവിതം അല്ലാഹുവിന്റെ റസൂലിനുണ്ടായിപ്പോയി. ലോകത്തെ ഏതൊരാൾക്കും മാതൃകയാക്കാവുന്നൊരു ജീവിതം, ആ ജീവിതത്തെ അല്ലാഹുവിന്റെ ഹബീബ് നമ്മളോട് പഠിപ്പിച്ചു പോയി. ആ ഹബീബിലാണ് നിങ്ങൾക്ക് മാതൃകയെന്ന് അല്ലാഹു ഏതൊരു ഖുർആൻ ഏത് ലോകരാണോ വായിച്ചു പോകുന്നത്, ആ ഖുർആൻ ലോകത്തിന്റെ മുന്നിൽ പൂർത്തീകരിക്കാനായി പടച്ചറപ്പിന്റെ പ്രവാചകരെ അല്ലാഹു അയച്ചില്ലേ? ആ പ്രവാചകരുടെ സ്വഭാവത്തെ പറ്റി, ആ പ്രവാചകരുടെ ജീവിതത്തെ പറ്റി ഏതൊരു ഖുർആനുമായി ഏതൊരു നബിതങ്ങളാണോ ലോകത്തേക്ക് വന്നുപോയത്, അതുകൊണ്ട് അല്ലാഹു പഠിപ്പിക്കുന്നത് ഈ നബിതങ്ങളിലാണ് നിങ്ങൾക്ക് പൂർണ്ണമായ മാതൃകയുള്ളത്. വളരെ കൃത്യമായിട്ടുള്ള പഠിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് വേറെ ലോകത്താരിലും അങ്ങനത്തെ ഒരു മാതൃക ഇല്ല. എല്ലാരും അറിയുന്നവരായത്. അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സിൽ ഇപ്പൊ തന്നെ കുറിച്ച് വെച്ചാളി. 33-ാം അധ്യായം സൂറത്ത് അഹ്സാബ് 21-ാമത്തെ വാചകം, 31-21 സൂറത്ത് അഹ്സാബ്. വല്ലാത്തൊരു വാചകം. ആ വാചകം കുക്കറിയണാക്കാൻ എല്ലാവർക്കും എന്റെ കൂടെ വേണമെങ്കിൽ ഒന്ന് ഓതിയൊക്കെ. ഖുർആനല്ലേ, നമ്മളെ മനസ്സിലുണ്ടായിക്കോട്ടെ. എന്താ ഓത്തറിയോ? لقد كان لكم في رسول الله أسوة حسنة لمن كان يرجو الله واليوم الآخر وذكر الله كثيرا. അല്ലാഹുവിന്റെ തിരുദൂതരിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട്. നബി തിരുമേനിയിൽ ഏറ്റവും ഉത്തമമായ മാതൃകയുണ്ട്. ആർക്കാണ് മാതൃക എന്നറിയോ? 3 വിഭാഗത്തിന് മാത്രമാണ്. ആരാണ് അവരെന്നറിയുമോ? ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിറ വദക്കറല്ലാഹ കസീറാ. അല്ലാഹുവിനെ കണ്ടുമുട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവർ,
പരലോകത്തെ കണ്ടുമുട്ടേണ്ടി വരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവർ, അള്ളാഹുവിനെ ധാരാളമായി ഓർത്തുകൊണ്ടിരിക്കുന്നവർ, ഈ 3 വിഭാഗം, ഈ 3 ഗുണങ്ങളുള്ളവർ, അവർക്ക് മാത്രമാണ് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ മാതൃകയുള്ളത്. കള്ളുകുടിയുടെ മാതൃകയില്ല, പെണ്ണുപിടിയന് മാതൃകയില്ല, ഭാര്യയെ തല്ലുന്നവന് മാതൃകയില്ല, ഭർത്താവിനോട് മോശമായി പെരുമാറുന്നവർക്ക് മാതൃകയില്ല, ജീവിതത്തിൽ ഹറാമായ സമ്പത്തുമായി ബന്ധപ്പെടുന്നവർക്ക് മാതൃകയില്ല, അള്ളാഹുവിന്റെ കിതാബിനും റസൂലിന്റെ സുന്നത്തിനും വിരുദ്ധം പ്രവർത്തിക്കുന്നവർക്കൊന്നും മാതൃകയില്ല, ഒരർത്ഥത്തിൽ ഇസ്ലാമിക പ്രവർത്തനങ്ങളുടെ ലോകത്ത് ജീവിക്കുന്നവർക്ക് മാതൃകയില്ല. ഈ 3 കൂട്ടർക്ക് മാത്രമേ മാതൃക. ഇത് നമ്മുടെ പോയിന്റ് എന്താ? ആ റസൂലിന്റെ മാർഗം ഉണ്ടല്ലോ, അതാണ് വിജയികളുടെ മാർഗം എന്നുള്ള പഠിപ്പിച്ചു. നബി പഠിപ്പിക്കുന്ന മാർഗമാണ് വിജയികളുടെ മാർഗം. എവിടെ? അല്ലാഹുവിന്റെ കിതാബില് 7-ാം അധ്യായം സൂറത്ത് അഅറാഫ് 157. അതേ അധ്യായത്തിന്റെ തൊട്ടുതാഴെ, അതേ ആയത്തിന്റെ തൊട്ടുതാഴെ 158 അതാണ് സന്മാർഗത്തിന്റെ, ഹിദായത്തിന്റെ മാർഗവും പഠിപ്പിച്ചു. എന്താ വരി നിറകള്? സുബ്ഹാനല്ലാഹ്, വല്ലാത്തൊരു വരിയാണ്. فالذين آمنوا به وعزروه ونصروه واتبعوا النور الذي أنزل معه أولئك هم المفلحون. അപ്പോൾ അദ്ദേഹത്തിൽ വിശ്വസിക്കുകയും മുഹമ്മദ് നബി തിരുമേനിയിൽ വിശ്വസിക്കുകയും അദ്ദേഹത്തെ പിന്തുണക്കുകയും അദ്ദേഹത്തെ സഹായിക്കുകയും അദ്ദേഹത്തോടൊപ്പം അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള ആ പ്രകാശത്തെ പിൻപറ്റുകയും ചെയ്യുന്നവരാരോ ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവർ തന്നെയാണ് വിജയികളായിട്ടുള്ളവർ. അല്ലാഹ് എന്താ പറഞ്ഞത്? അള്ളാന്റെ റസൂൽ വിശ്വസിക്കുന്നവർ, നബി നബിയാണെന്ന് വിശ്വസിക്കുന്നവർ, അദ്ദേഹത്തെ പിന്തുണക്കുന്നവർ, അദ്ദേഹത്തെ സഹായിക്കുന്നവർ, അദ്ദേഹത്തിന് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളതിൽ ആ പ്രകാശത്തെ പിൻപറ്റുകയും ചെയ്യുന്നവർ. ശരിക്കും പറഞ്ഞാൽ ഖുർആനും സുന്നത്തും അംഗീകരിക്കുന്നു ഒറ്റ അർത്ഥത്തിൽ. ഞാൻ ഒരു കാര്യം കൂടി ഇവിടെ സന്ദർഭത്തിൽ പറയാം. ഇൻഷാ അല്ലാഹ് നമ്മളെ വിഷയത്തിലേക്ക് പൂർണ്ണമായി പ്രവേശിക്കുമ്പോൾ ഒരു പഠനം എന്ന നിലക്കുന്ന 2 കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താം. പോയിന്റ് നല്ല ശ്രദ്ധിക്കണേ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഇന്ന് നമുക്ക് വിശ്വസിക്കാം. വിശ്വസിക്കാം. എന്നാൽ സ്വഹാബത്ത് മുഹമ്മദ് നബിയെ സഹായിച്ചില്ലേ? സ്വഹാബത്ത് മുഹമ്മദ് നബിയെ പിന്തുണച്ചില്ലേ? എനിക്കും നിങ്ങൾക്കും എങ്ങനെയാണ് 2015 ജീവിക്കുന്നവരെ, മരണത്തോട് എടുത്തുകൊണ്ടിരിക്കുന്നവരെ, ഞാനും നിങ്ങളും എങ്ങനെയാണ് അല്ലാഹുവിന്റെ റസൂലിനെ ഇക്കാലഘട്ടത്തിൽ സഹായിക്കുക? ഞാനും നിങ്ങളും എങ്ങനെയാണ് അല്ലാഹുവിന്റെ റസൂലിനെ ഇക്കാലഘട്ടത്തിൽ പിന്തുണക്കുക? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും? അല്ലാഹുവിന്റെ റസൂലിനെ സഹായിക്കണം, പിന്തുണക്കണം. സ്വഹാബത്ത് റസൂലുള്ളാഹിനെ സഹായിച്ചു, സ്വഹാബത്ത് റസൂലുള്ളാഹിനെ പിന്തുണച്ചു. ഞാനും എങ്ങനെ റസൂലുള്ളാഹിനെ സഹായിക്കാം? കാരണം എന്താ? നബിക്ക് വേണ്ടി ഇനി കാവൽ നിൽക്കേണ്ടതില്ല, നബിയുടെ കൂടെ യുദ്ധം ചെയ്യേണ്ടതില്ല, നബിയുടെ കൂടെ ശത്രുക്കളെ കാത്തു നിൽക്കേണ്ടതില്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ ശറഫാക്കപ്പെട്ട ശരീരത്തില് ഒരു മുള്ളുകൊള്ളുമോ എന്ന് പോലും പേടിച്ചുപോയ സ്വഹാബത്ത്, നെഞ്ചി വിരിച്ചു കാണിച്ച സ്വഹാബത്ത്, അത്തരമൊരു രംഗങ്ങളും എന്റെയും നിങ്ങളുടെയും മുമ്പിൽ ഇനി വരേണ്ടതില്ല, വരികയുമില്ല. ഹബീബ് മദീനത്ത് നമ്മൾ സന്ദർശിച്ചിട്ടില്ലേ? പ്രിയപ്പെട്ട റസൂലുള്ളാഹിന്റെ ഖബർ. എന്നിട്ട് നമ്മൾ പറഞ്ഞില്ലേ, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. സൗദി ഗവൺമെന്റിന്റെ സർവ്വ സുരക്ഷയിലും അള്ളാന്റെ റസൂലിന്റെ ആ ഷറഫാക്കപ്പെട്ട ബോഡി ജൂതന്മാര് പണ്ട് കൊണ്ടുപോകാൻ ശ്രമിച്ച കഥയ്ക്ക് മുമ്പ് ബഹുമാന്യനായ അഷ്റഫ് മൗലവി മദീനി ഹഫിളഹുല്ലാ വിശദീകരിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അതുപോലും ബ്ലോക്ക് ചെയ്തു. 4 പുറത്തും അടിയില്, എത്രയോ അടിയിലേക്ക് ഇരുമ്പ് കമ്പി താത്തി റസൂലുള്ളാന്റെ ആ ഷറഫാക്കപ്പെട്ട ബോഡി പോലും, ശരീരം പോലും ഒന്നും കൊണ്ടാകാൻ പറ്റാത്ത കൊലത്തിൽ. പിന്നെ ഞാനും എങ്ങനെ സപ്പോർട്ട് ചെയ്യാം? ഞാനും എങ്ങനെ സഹായിക്കാം? ഇവിടെയാണ് ചില കാര്യങ്ങൾ നമ്മൾ ഇൻഷാ അല്ലാഹ് പഠിക്കേണ്ടത്. ആ പഠനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കണം. അതിൽ ഒന്നാമത് നമ്മൾ പഠിക്കുന്നുണ്ടറിയോ? അഷ്റഫുൽ ഖൽഖിനെ പിൻപറ്റുന്നിടത്താണ് നേർമാർഗം, അഷ്റഫുൽ ഖൽഖിനെ ധിക്കരിക്കുന്നിടത്താകട്ടെ നരകമാണ്.
നമുക്കൊക്കെ പരിചയമുള്ള ഹദീസ സഹീഹുൽ ബുഖാരി 7280 നമ്പർ ഹദീസ് ബുഖാരിയുടെ ഹദീസ. അബൂദാവൂദ് പറയുമ്പോൾ നമുക്ക് പറയാം അതിൽ ദഈഫും സഹീഹുൻ സഹീഹ് ഉണ്ടല്ലോ. തിർമിദി പറയുമ്പോൾ നമുക്ക് പറയാം ഇത് സഹീഹുൽ ബുഖാരിയ 7280. ഉദ്ധരിക്കുന്നത് അബീ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ. ഖുർആൻ ഹൃദിസ്ഥമാക്കിയവരെ അംഗീകരിച്ചു ബഹുമാനിച്ചു. എന്നാൽ ഇസ്ലാമിക ലോകത്ത് ഹാഫിളുകൾ എന്ന് പറഞ്ഞ എനിക്കൊക്കെ അറിയാം ഹദീത്ത് ഹൃദിസ്ഥമാക്കിയൊരു കൂടിയാണ്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്റെ കൂടി ഈ ഹദീത്ത് കൂടി ഹിഫ്ലാക്കാം. നമുക്കൊക്കെ പരിചയമുള്ളൊരു ഹദീത്താണ്. എല്ലാവർക്കും ഞാൻ പറയുമ്പോൾ തന്നെ ബാക്കി ഓർമ്മ വരും. നല്ലോണം ശ്രദ്ധിച്ചാൽ നമുക്ക് ഈ ഹദീത്ത് ഇപ്പൊ തന്നെ ഹിഫ്ലാക്കാം. എന്താണെന്നറിയോ? കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്നത ഇല്ലാ മൻ അബാ. അല്ലാഹുവിന്റെ നബി തിരുമേനി പറയാ, എന്റെ ഉമ്മത്തികളിൽ ഇന്ന് ലോകത്ത് 200 ചില്ലാനും കോടി ഉമ്മത്ത് മുസ്ലിമയുടെ മെമ്പർമാരുണ്ട്. ഏതേത് ഗ്രൂപ്പുകളാണെങ്കിലും ശരി, അല്ലാഹുവിന്റെ നബി തിരുമേനി പറയാ, എന്റെ ഉമ്മത്തികളിൽ എല്ലാവരും സ്വർഗത്തിൽ പ്രവേശിക്കുക തന്നെ ചെയ്യുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇല്ലാ മൻ അബാ. ഒരു ശർത്ത് അല്ലാഹുവിന്റെ നബി തിരുമേനി വെക്കുക, ഒരു വ്യവസ്ഥ അല്ലാഹുവിന്റെ റസൂൽ വെക്കുക. എന്താണ് വ്യവസ്ഥ എന്നറിയോ? എന്താണ് ഉപാധി എന്നറിയോ? വിസമ്മതിച്ചവരൊഴികെ. വിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, ദീനി സ്നേഹികളെ, പ്രിയങ്കരായ നാട്ടുകാരെ, ഹബീബുന മുഹമ്മദ് മുസ്തഫ. അപ്പൊ നമ്മളെന്താ പറയാ? അങ്ങനെ പറഞ്ഞ നമ്മളെന്താ പറയാ? സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിനാ മടിക്കണത്? പറഞ്ഞൂടെ? സ്വലാത്തല്ലേ. من صلى علي صلاة صلى الله عليه بها عشرا. അള്ളാഹുവിന്റെ ഹബീബിന്റെ പേരിൽ ഒരാള് സ്വലാത്ത് ചൊല്ലിയാൽ, ഒരു സ്വലാത്ത് ചൊല്ലിയാൽ പടച്ച റബ്ബ് അവന്റെ പേരിൽ 10 ഗുണം ചൊരിയുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത്തെ ഒരു തത്വം പഠിക്കണ്ടേ? അൽ ബഖീൽ. ആരാണ് പിശുക്കനെന്നറിയുമോ? റസൂലിന്റെ പേര് കേട്ടിട്ട് സ്വലാത്ത് ചൊല്ലാത്തവൻ പിശുക്കനാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാമത്തെ ഒരു തത്വം പഠിക്കണ്ടേ? എന്റെ പേര് കേട്ടിട്ട് ഒരാൾ സ്വലാത്ത് ചൊല്ലിയിട്ടില്ലെങ്കിൽ അയാള് തുലഞ്ഞു പോകട്ടെ, അയാള് നിന്ദ്യനാകട്ടെ, അയാള് മൂക്കുകുത്തി നിലംപതിക്കട്ടെ. ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. 2 കാര്യമുണ്ട്. ഒന്ന് സ്വലാത്ത് ചൊല്ലുന്നവരാണ് നമ്മൾ. രണ്ടാമത്തെ ഒരു കാര്യം എന്താ പറയുക? നമ്മളെ പറ്റി ഒരു തെറ്റിദ്ധാരണ ഉണ്ട് സഹോദരങ്ങളെ, സംഘടിപ്പിക്കുന്നവരെ പറ്റി. നമുക്ക് സ്വലാത്തില്ല. അതുകൊണ്ട് തിരുത്താൻ നമ്മൾ തന്നെ ശ്രദ്ധിക്കണം. അള്ളാഹു സഹായിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ നബി തിരുമേനി പഠിപ്പിക്കായില്ലാമൻ അബാ. എന്നെ വിസമ്മതിച്ചവരൊഴികെ എല്ലാവരും സ്വർഗത്തില. സ്വഹാബത്തിന്റെ ചോദ്യമാണ്, ഖാലൂ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, വമൻ യഅബാ, ആരാണ് അങ്ങൊന്നിനെ വിസമ്മതിക്കുന്നവർ റസൂലേ? ഖാല, അല്ലാഹുവിന്റെ നബി തിരുമേനി പറയാ, മൻ അത്വാഅനി ദഖലൽ ജന്ന വമൻ അസാനി ഫഖദ് അബാ. ആരെന്നെ അനുസരിച്ചുവോ അവൻ സ്വർഗത്തിലാണ്, അവൻ സ്വർഗത്തിലാണ്. ആരെന്നെ ധിക്കരിച്ചുവോ അവൻ വിസമ്മതിച്ചവനാണെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നെ അനുസരിച്ചവൻ, എന്നോട് അനുസരണ കാണിച്ചവൻ, എന്റെ മാർഗത്തെ അങ്ങനെ തന്നെ ഫോളോ ചെയ്തു പോയവൻ സ്വർഗത്തിലാണ്. എന്നെ വിസമ്മതിച്ചവൻ, ധിക്കരിച്ചവനാണ്, അവനാകട്ടെ നരകത്തിലുമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തൊരു ചോദ്യ! അല്ലാഹുവിന്റെ റസൂലിന്റെ വർത്താനോ അതിന് സ്വഹാബത്തിന്റെ ചോദ്യങ്ങൾ ആലോചിച്ച്. ധിക്കരിച്ചോ സ്വർഗത്തിൽ, ധിക്കരിച്ചോ നരകത്തിൽ, വിസമ്മതിച്ചവനായോ നരകത്തിൽ, അനുസരിച്ചോ സ്വർഗത്തിലാണ്. നബിയെ അനുസരിക്കുന്നവൻ സ്വർഗത്തിൽ, നബിയെ ധിക്കരിക്കുന്നവൻ നരകത്തിൽ. നമ്മളെ മനസ്സിൽ കുറിച്ചു വെക്കണേ. പ്രവാചകരെ അനുസരിക്കണം എന്ന് ഇസ്ലാം പഠിപ്പിക്കണം. 5-ാം അധ്യായം സൂറത്ത് മാഇദ 92, 47-ാം അധ്യായം 80 സൂറത്ത് മുഹമ്മദ് 33-ാമത്തെ വാചകം. എല്ലായിടത്തും കാണാത്തി അല്ലാഹു വഅതിഉർ റസൂൽ. അല്ലാഹുവിനെ അനുസരിക്കണം, റസൂലിനെ അനുസരിക്കണം. എല്ലാവർക്കും അറിയുന്ന ഒരായത്തായതുകൊണ്ട് ഞാൻ അത് വാചകം പറഞ്ഞു മാത്രം പോവാം.
സത്യത്തിൽ അള്ളാഹിനെ അനുസരിക്കണം, റസൂലുള്ളാഹിനെ അനുസരിക്കണം എന്ന് പറയുമ്പോ നമ്മളെ മനസ്സിൽ എന്താ പിന്നെ നബിനെത്ര അനുസരിക്കാൻ? നമ്മൾ നേരത്തെ പറഞ്ഞ ആയത്തിൽ അള്ളാഹുവിന്റെ നബി തിരുമേനിയെ സഹായിക്കലും അദ്ദേഹത്തെ പിന്തുണക്കലും അള്ളാഹുവിങ്കിൽ നിന്ന് അദ്ദേഹത്തിന് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള പ്രകാശത്തെ പിന്തുണക്കുകയും ചെയ്യൽ, അള്ളാഹുവിന്റെ നബി തിരുമേനിയെ അനുസരിക്കല, അള്ളാന്റെ റസൂല് തൃപ്തിപ്പെട്ടതിനെ തൃപ്തിപ്പെടൽ, അള്ളാഹുവിന്റെ നബി ചര്യാക്കിയതിനെ ചര്യാക്കൽ, മിൻ അഖ്വാലിഹി വഅഫ്ആലിഹി വതഖരീരിഹി വമാ ഹമ്മ ഫി ഫിഅലിഹി. അള്ളാഹുവിന്റെ നബി തിരുമേനിയുടെ വാക്ക്, നബി തിരുമേനിയുടെ പ്രവൃത്തി, നബി തിരുമേനിയുടെ ജീവിതചര്യകള്, അള്ളാഹുവിന്റെ റസൂല് ചെയ്യാൻ ഉദ്ദേശിച്ചു പോയ കാര്യങ്ങള്, ഇത് മുഴുവനും ഫത്തഖുല്ലാഹ മസ്തതഅതും, കഴിവിന്റെ പരമാവധി ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നിടത്ത് വിശ്വാസികളെ ജാഗ്രത. അദ്ദേഹം നിരോധിച്ചതിനെയും താക്കീത് നൽകിയതിനെയും ഉപേക്ഷിക്കലും കൊണ്ടുവന്നതിനെ സ്വീകരിക്കുകയും ചെയ്യണേ. വീണ്ടും അല്ലാഹുവിന്റെ കിതാബ് പഠിപ്പിക്കാൻ 59:7 വമാ ആതാകുമുർ റസൂലു ഫഖുദൂ വമാ നഹാകും അൻഹു ഫൻതഹൂ. ആലോചിക്കണേ, റസൂലുള്ള കൊണ്ടുവന്നതിനെ സ്വീകരിക്കാൻ. നബി വിരോധിച്ചതിനെ മദ്യപിക്കരുതേ, നബി വിരോധിച്ചതാ വ്യഭിചരിക്കരുതേ, നബി തിരുമേനി വിരോധിച്ചു പോയതാ ഹറാമായ സംഗീതവുമായി ബന്ധപ്പെട്ടു പോകരുതേ, നബി തിരുമേനി വിരോധിച്ചു പോയതാ ആ ലഹുവൽ ഹദീസുമായി, വിനോദ വാർത്തകളുമായി ഉമ്മത്ത് മുസ്ലിമക്ക് സഹകരണം പാടില്ലേ, അള്ളാന്റെ നബി തിരുമേനി വിരോധിച്ചു പോയതാ. പിന്നെ എങ്ങനെയാണ് നമ്മുടെ പുരക്കകത്ത് വലിച്ചിറക്കിയ കേബിൾ കണക്ഷൻ ഉണ്ടാവുക? പിന്നെ എങ്ങനെയാണ് നമ്മുടെ പുരയുടെ മട്ടുപ്പാവല് മുകളില് ഡിസ്കണക്ഷൻ ഉണ്ടാവുക? പിന്നെ എങ്ങനെയാണ് നമ്മുടെ മൊബൈലിനകത്ത് വൃത്തികേടുകൾ ഡൗൺലോഡ് ചെയ്യപ്പെടുകയാ? പിന്നെ എങ്ങനെയാണ് നമ്മുടെ കോളിംഗ് ബെല്ലിലടക്കം ഹറാമായ സംഗീതത്തിന്റെ അകമ്പടി സേവിക്കപ്പെടുക? وما آتاكم الرسول فخذوه وما نهاكم عنه فانتهوا. അല്ലാഹുവിന്റെ നബി തിരുമേനിയെ പറ്റി, അല്ലാഹുവിന്റെ നബി തിരുമേനിയെ പറ്റി അല്ലാഹു പറഞ്ഞൊരു വാക്കെന്തറിയോ? യുഹില്ലു ലഹുമുൽ ത്വയ്യിബാത്ത് വയുഹർരിമു അലൈഹിമുൽ ഖബാഇസ്. അല്ലാഹുവിന്റെ റസൂലുകൾക്ക് ത്വയ്യിബാത്തുകൾ ഹലാലാക്കി, ഖബാഇസുകൾ മ്ലേച്ഛമായത് ഹറാമാക്കി. പാല് ഹലാല, കള്ള് ഹറാമ, കച്ചവടം ഹലാല, പലിശ ഹറാമ, അധ്വാനിച്ച് ജീവിക്കൽ പ്രധാനപ്പെട്ടതാ, പുണ്യകരമായതാ, ഹലാലായതാ. ആരാനെ പറ്റിച്ചിട്ടും തട്ടിപ്പ് നടത്തിയിട്ടും സമ്പാദിക്കലോ ഹറാമായതാ. സ്ത്രീധനം വാങ്ങൽ ഹറാമ. എന്നാ മഹ്റ് കൊടുത്തിട്ട് ആണത്വത്തോടെ ഇസ്സത്തോടെ പെണ്ണിനെ കെട്ടലോ അത് ആത്മാഭിമാനത്തിന്റെ ഇസ്സത്തിന്റെ പ്രവാചക പാരമ്പര്യത്തിന്റെ ഭാഗമാണ്. യുഹില്ലു ലഹുമുത് ത്വയ്യിബാത്ത് വയുഹർരിമു അലൈഹിമുൽ ഖബാഇസ്. സൂചനകൾ മാത്രം പറയാൻ നമുക്ക് സമയമുള്ളൂ, കാരണം നമ്മുടെ ചർച്ചയുടെ മർമ്മം സ്വഹാബത്തിന്റെ സ്നേഹം. എത്ര വാചകങ്ങളാ വിശുദ്ധ ഖുർആനിൽ, എത്ര വാചകങ്ങൾ. അള്ളാഹുവിന്റെ നബി നിരോധിച്ചതൊക്കെ നിരോധിക്കണം. 2 നിര്യാണിയുടെ താഴെയുള്ള വസ്ത്രത്തെ പറ്റി നബി തിരുമേനി താക്കീത് ചെയ്തില്ലേ? നരകത്തിലാണ്. ഇസ്ലാമിന്റെ ജലാബീവല്ലാത്ത അനിസ്ലാമിക വേഷം ധരിച്ച പെണ്ണിനെ പറ്റി അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ലേ സ്വർഗത്ത് പോകൂല. മാത്രമല്ല നബി തിരുമേനി പറഞ്ഞില്ലേ അൽഅനൂഹുന്ന ഫഇന്നഹുന്ന മൽഊനാത്. ഇസ്ലാമിന്റെ വസ്ത്രം ധരിച്ചിട്ടില്ലാത്ത, കുടുംബ കെട്ടിയതുപോലെ ഒട്ടകപ്പൂഞ്ഞകളെ പോലെ പ്രത്യേകമായ ഹാവഭാവാദികളോടുകൂടി ശരീരത്തിന്റെ നിമ്നോനതകൾ പ്രകടിപ്പിച്ചിട്ട് പുറത്തിറങ്ങുന്ന പെണ്ണിനെ പറ്റി, സ്ത്രീയെ പറ്റി അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ലേ നിങ്ങൾ അവരെ കണ്ടാ ശപിക്കണേ. ഫഇന്നഹുന്ന മൽഊനാത്. കാരണം അവർ നിശ്ചയമായും ശപിക്കപ്പെട്ടവരാ, അല്ലാഹുവിനാൽ അവർ ശപിക്കപ്പെട്ടവരാ. യുഹില്ലു ലഹുമുത് ത്വയ്യിബാത്ത് വയുഹർരിമു അലൈഹിമുൽ ഖബാഇസ് വമാ ആതാകും റസൂലു ഫഖുദൂ വമാ നഹാകും അൻഹു ഫൻതഹൂ. നബി വേണ്ടെന്ന് പറഞ്ഞാ വേണ്ട, പാടില്ല എന്ന് പറഞ്ഞാ പാടില്ല, ചെയ്യണ്ട എന്ന് പറഞ്ഞാ ചെയ്യണ്ട. നോക്കി നിങ്ങൾ ആലോചിച്ച് നോക്കി, എന്തെല്ലാം തമ്മാടിത്തങ്ങൾ, എന്തെല്ലാം വൃത്തികേടുകൾ. മാതാപിതാക്കളെ ധിക്കരിക്കൽ പാടില്ല, ഭാര്യയോട് മോശമായി പെരുമാറാൻ പാടില്ല, ഭർത്താവിനോട് ധിക്കാരം കാണിക്കാൻ പാടില്ല, ബാപ്പനെയും ഉമ്മനെയും അനുസരിക്കാതിരുന്നുകൂടാ. അവര് പറഞ്ഞത് അങ്ങനെ തന്നെ പിൻപറ്റണം. ഒരടിമ ഒരു ഉടമയുടെ മുന്നിൽ എപ്രകാരമോ അപ്രകാരം. ഇസ്ലാം പഠിപ്പിച്ച ഒരുപാട് കാര്യങ്ങൾ, എന്തെല്ലാം കാര്യങ്ങൾ അള്ളാഹുവിന്റെ നബി തിരുമേനി കൊണ്ടുവന്നതിനെ സ്വീകരിക്കണം എന്ന് പറയുന്നിടത്ത് ഒരുപാട് കാര്യങ്ങൾ. അള്ളാഹുവിന്റെ നബി തിരുമേനി പഠിപ്പിച്ചു പോയ വിശ്വാസം
നബി തിരുമേനി പഠിപ്പിച്ചു പോയ ആചാരങ്ങൾ, നബി തിരുമേനി പഠിപ്പിച്ചു പോയ വേഷം, നബി തിരുമേനി പഠിപ്പിച്ചു പോയ സാമ്പത്തിക രംഗം, നബി തിരുമേനി പഠിപ്പിച്ചു പോയ കുടുംബ ജീവിതം, നബി തിരുമേനി പഠിപ്പിച്ചു പോയ ഭാര്യാഭർത്തൃ ബന്ധം, നബി തിരുമേനി പഠിപ്പിച്ചു പോയ രക്ഷിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം, നബി തിരുമേനി പഠിപ്പിച്ചു പോയ, നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു പോയ ആങ്ങളെയും പെങ്ങളും തമ്മിലുള്ള ബന്ധം, അയൽപ്പക്ക ബന്ധം, കൂട്ടുകുടുംബ ബന്ധം, സാമൂഹിക ബന്ധം, രാഷ്ട്രബന്ധങ്ങൾ, അന്താരാഷ്ട്ര തലങ്ങളിലുള്ള ബന്ധങ്ങൾ, അതിർത്തികൾ തമ്മിലുള്ള ബന്ധങ്ങൾ, ഏതേത് വിഷയത്തിലും ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊക്കെ കാര്യത്തിൽ നബി തിരുമേനി പഠിപ്പിച്ചത്. ഇതിനെതിരായാലോ മഹാപകടം. ഏതുവരെ അപകടം എന്നറിയുന്നത്? ഞാൻ ഒരു വാക്ക് കൂടി സൂചിപ്പിച്ചു. ഇൻഷാ അല്ലാഹ് ആരെയും പ്രയാസപ്പെടുത്താൻ ആഗ്രഹിച്ചിട്ടല്ല ഇതൊന്നും പറയുന്നത്. പക്ഷെ ചിലപ്പോ ഇതൊക്കെ പറയുമ്പോൾ പലർക്കും ചില പ്രയാസമൊക്കെ ഉണ്ടാവും. സാരല്ല, അള്ളാന്റെ ദീന് പറയുമ്പോഴുള്ള പ്രയാസം ഒരു ഹൈറായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും അള്ളാന്റെ കിതാബിൽ പഠിപ്പിച്ചൊരു സംഗതി എന്താ നിങ്ങള് 72 അധ്യായത്തിന്റെ പേര് കേൾക്കുമ്പോൾ ആർക്കും പ്രയാസം തോന്നണ്ട. സൂറത്ത് ജിന്ന്. ആ ജിന്നിൽ 25-ാമത്തെ വാചകത്തിൽ അള്ളാഹ് പഠിപ്പിക്കുന്ന സംഗതി എന്താ അറിയുന്നത്? ومن يعص الله ورسوله فإن له نار جهنم خالدين فيها أبدا. വല്ലവനും അല്ലാഹുവേയും അവന്റെ ദൂതനെയും ധിക്കരിക്കുന്ന പക്ഷം തീർച്ചയായും അവനുള്ളതാണ് നരകത്തിന്റെ അഗ്നി, അവനുള്ളതാണ് നരകത്തിന്റെ അഗ്നി. അവരതിൽ നിത്യവാസികളായിരിക്കും. നിത്യവാസത്തിന്റെ നരകലോകമാണ്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ധിക്കരിക്കുന്നവർക്ക് വരാനിരിക്കുന്നത് അല്ലാഹുവിന്റെ കിതാബ് നമ്മളെ പഠിപ്പിക്കുകയാ. അപ്പൊ നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു നിലക്കും ധിക്കരിക്കാൻ പറ്റൂല. അതുകൊണ്ട് തന്നെ നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് അങ്ങനെ തന്നെ ജീവിതത്തിൽ പകർത്തിയ, വാക്കിലോ പ്രവർത്തനത്തിലോ നബി തിരുമേനിക്കെതിരെ പ്രവർത്തിക്കാത്ത ഒരു സമൂഹം ഇവിടെ കഴിഞ്ഞുപോയി. ഞാനിങ്ങളോ അല്ല, എന്റെയും ബാപ്പാരും ബാപ്പാന്റെ ബാപ്പാരും ബാപ്പാന്റെ 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 ബാപ്പാരും അല്ല. പിന്നെ ആരാധന? അല്ലാഹുവിന്റെ ഖുർആനിലൂടെ പവിത്രമായി തർളിയത്ത് ചൊല്ലപ്പെട്ട റളിയല്ലാഹു അൻഹും വറളൂ അൻഹു എന്ന് പറയപ്പെട്ട സ്വഹാബത്ത, ലക്ഷക്കണക്കിന് സ്വഹാബത്ത. നിങ്ങൾ നബി എന്ത് പറഞ്ഞാലും അവർക്കത് പ്രധാനമാണ്. എന്ത് പറഞ്ഞാലും അവർക്കത് പ്രധാനമാണ്. അവരെയാണ് നമ്മൾ മാതൃകയാക്കുന്നത്. അവരാണ് നമുക്ക് മാതൃക. അത് പിന്തുടർന്നവരാ. നബി തിരുമേനി പറഞ്ഞതൊക്കെ പിൻപറ്റിയവരാ സ്വഹാബത്ത്. ആലോചിച്ചോക്കെ നിങ്ങള്. നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇഷ്ടങ്ങളെ അങ്ങനെ തന്നെ നെഞ്ചേറ്റിയവർ. ഞാനൊരു വലിയ മുഖവരും അവിടെ കൊടുക്കാതെ നേരെ വിഷയം പറയും. ഈ ഒരു മാർഗം പിൻപറ്റിയതോടുകൂടിയാണ് അള്ളാഹുവിന്റെ കിതാബും റസൂലുള്ളാഹിന്റെ സുന്നത്തും പിൻപറ്റിയതോടുകൂടിയാണ് അവരുടെ പേര് കേൾക്കുമ്പോഴൊക്കെ നമ്മൾ തർളിയത്ത് ചൊല്ലുന്നത്. അവരുടെ പേര് കേൾക്കുമ്പോൾ നമ്മൾ തർളിയത്ത് ചൊല്ലുന്നത്. ഏറ്റവും വെറുത്തവര് പോലും ഏറ്റവും അടുത്തവരായി ഈ ഉള്ളവരിടക്ക് പറയാറുണ്ട്, സാധാരണ ക്ലാസ്സുകളിൽ പറയാറുണ്ട്, ഇവിടെയും അത് ആവർത്തിക്കുകയാ. ഞാനും നിങ്ങളും ജീവിതത്തിൽ ഒരിക്കൽ പോലും ഹബീബിനെ കല്ലെടുത്തെറിഞ്ഞിട്ടില്ല, ഹബീബിനെ കൂക്ക് വിളിച്ചിട്ടില്ല, ഹബീബിനോട് തെറി പറഞ്ഞിട്ടില്ല, മോശമായി പെരുമാറിയിട്ടില്ല. സുജൂദിലാകുമ്പോ ചീഞ്ഞ ഒട്ടകത്തിന്റെ കുടൽമാല കഴുത്തിലിട്ടിട്ടില്ല, തെറി പറഞ്ഞിട്ടില്ല. മാരണക്കാരനാണ്, സാഹിറാണ്, തോന്നിവാസിയാണ്, തമ്മാടിയാണ്, ഭ്രാന്തനാണ്, കവിയാണ്, അസാതീറുള്ളവരെയും മുത്തശ്ശിക്കഥകൾ പറഞ്ഞു പോകുന്നവരാണ്, പഞ്ചതന്ത്ര കഥകൾ പറയുന്നവരാണ് എന്ന് ഞാനും നിങ്ങളും ഇതുവരെ പറഞ്ഞിട്ടില്ല. പക്ഷെ എന്നിട്ടും എന്റെ നിങ്ങളിൽ പേര് വെക്കുമ്പോ ആരും റളിയല്ലാഹു എന്ന് പറയണില്ല. എന്തിന് ഹഫിളഹുല്ലാഹ് എന്ന് പോലും പറയില്ല. എന്നാൽ അല്ലാഹുവിന്റെ നബി തിരുമേനിയെ വാളെടുത്തിട്ട് കൊല്ലാൻ പുറപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബിന്റെ പേര് കേൾക്കുമ്പോൾ നമ്മളതാ റളിയല്ലാഹു അൻഹു പറയുന്നു. ഉഹദ് യുദ്ധത്തിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ സൈന്യം ഭൗതികമായി പരാജയപ്പെട്ടതിന്റെ സൂത്രധാരനായി പിൽക്കാലഘട്ടത്തിൽ ഇസ്ലാമിന്റെ വെള്ളി വെളിച്ചത്തിലേക്ക് കടന്നു വന്നുപോയ ഖാലിദ് ഇബ്നുൽ വലീദിന്റെ പേര് കേൾക്കുമ്പോൾ നമ്മളതാ തർളിയത്ത് ചൊല്ലുന്നു.
അത് യഹൂദിലുള്ള ഒരുപാട് രംഗങ്ങളില്ലേ? വഹ്ശിയെ പറ്റി പഠിച്ചിട്ടില്ലേ? ഹിന്ദിനെ പറ്റി പഠിച്ചിട്ടില്ലേ? അവരുടെയൊക്കെ പേര് കേൾക്കുമ്പോ നമ്മളതാ റളിയല്ലാഹു തആല അൻഹു ചൊല്ലുന്നു, നബി തിരുമേനിക്ക് സാമ്പത്തിക നഷ്ടം വരുന്നു.